വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് നടന്നത്. പക്ഷേ ഇന്ന് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് പുള്ളിയെ. അപ്പൊ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചപ്പോൾ തന്നെ നമ്മൾ SDPI നിരോധിക്കും, അല്ലെങ്കിൽ SDPI പ്രവർത്തകർ ഈ റഡാറിനുള്ളിലാണ് എന്ന് നമ്മളെല്ലാവരും വാർത്ത കൊടുത്തിരുന്നു. സമാനമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇവരുടെ പിറകെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ SDPI കൂടുതലുമായും പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് SDPI നിരോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ SDPIക്കാർ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടും ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, പോപ്പുലർ ഫ്രണ്ട് വേറെ എന്തോ ആണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. പക്ഷേ ഇപ്പോ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇവർ കള്ളപ്പണം വെളുപ്പിക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക, തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, പോരാത്തതിന് നിയമവിരുദ്ധവും തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നടത്തുന്നതിന് ഇടപെടൽ നടത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. പോരാത്തതിന് ഈ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശൃംഖലകൾ ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് തകർക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗം ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുകയാണെന്ന് പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 56.56 കോടി രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. അപ്പോൾ വിവിധ PFI ട്രസ്റ്റുകളുടെയും സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും പേരിലുള്ള 35ഓളം സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. സമാനമായ രീതിയിൽ തീവ്രവാദ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് SDPIയും പല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു നീക്കം തന്നെയാണ് ഈ സുഡാപ്പികൾക്ക് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയിപ്പോ ഇവിടെയുള്ള മതമൗലികവാദികൾക്ക് ആകെ പ്രതീക്ഷയുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ SDPI ആണ്. ഇപ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു വാദമുണ്ട്, അതായത് BJP ഒരു ഭാഗത്ത് കേരളത്തിൽ വളരുമ്പോൾ SDPI മറുഭാഗത്ത് ശക്തിപ്പെടുകയാണെന്ന് പറയുന്നുണ്ട്. അത് സത്യവുമാണ്. ഇപ്പൊ എന്റെ കൗൺസിലർ വാർഡിൽ തന്നെ SDPIക്ക് എനിക്ക് തോന്നുന്നു 1500 വോട്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത്ര വോട്ട് നമ്മുടെ കൗൺസിലർ വാർഡിൽ തന്നെയുണ്ട്. അപ്പൊ അത്രയും ആൾക്കാർ SDPI പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പോരാത്തതിന് SDPI പല പഞ്ചായത്തുകളിലും SDPIക്ക് മെമ്പർമാരുണ്ട്. പല SDPI അങ്ങനെ മുന്നേറുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ BJP വളഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് SDPI ശക്തിപ്പെടുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷെ ആ ശക്തിപ്പെടുന്നത് കൊണ്ട് കുഴപ്പമില്ല, അതൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തിച്ചോട്ടെ. പക്ഷെ തീവ്രവാദമാണ് ഇവരുടെ മുഖമുദ്ര എന്നുള്ളിടത്താണ് ആ പ്രശ്നം വരുന്നത്. SDPIയുടെ ഭാവി എന്താവും? SDPI നിരോധിക്കാൻ സാധ്യതയുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പിടിച്ച പിടി ശക്തമായ ഒരു പിടിയാണോ, അതേ ഇത് എപ്പോഴും കാണിക്കുന്നത് പോലെ ഒരു ഗിമിക്കാണോ? ഇയാൾ ഇറങ്ങി വരുമോ? എന്താ തോന്നുന്നത്? ഇതിനകത്ത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചപ്പോൾ തന്നെ അതിനോട് കേട്ടൊരു പേരാണ് SDPI നിരോധിക്കുന്നത്. പക്ഷെ SDPI കാരണം ഒരു സംഘടനയെ നിരോധിക്കണമെങ്കിൽ വെറുതെ നിരോധിക്കാൻ കഴിയുകയില്ല. കാരണം ഇത് UAPA നിയമത്തിന് കീഴിലാണ് ഈ നിരോധന നിയമം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇതിനുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് സ്വാഭാവികമായി തന്നെ ഈ നിരോധനം ട്രൈബ്യൂണലിന് മുമ്പാകെ എത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവർക്ക് വാദിക്കാനുള്ള ഒരു അവസരമുണ്ട്. ഈ പറയുന്ന ഏത് നിരോധിക്കപ്പെടുന്ന സംഘടനകൾക്കാളും വാദിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും ശേഖരിച്ച് ഇവർ ഈ പറയുന്ന ഈ നിരോധനത്തിന്റെ പരിധിയിൽ ആണോ ഇവരുടെ പ്രവർത്തനം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ 2019 അമിത്ഷാ കൊണ്ടുവന്ന പുതിയ നിരോധന അമെൻമെന്റ് ആക്ട് പ്രകാരം നിരോധനം എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ സംഘടനയ്ക്ക് മാത്രമല്ല, ആ സംഘടനയുടെ ജാവര വസ്തുക്കളും മാത്രമല്ല, പകരം ആ സംഘടനയുടെ അനുബന്ധമായി നിൽക്കുന്നവർക്ക് കൂടി ബാധകമാണ് നിരോധനം എന്നാണ് ആ ഒരു നിയമത്തിൽ പറയുന്നത്. പക്ഷെ ഇവിടെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികളെ നിരോധിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ചിട്ടുണ്ട്. CPIM, അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് അല്ല, CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ നിരോധിച്ചിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് നിരോധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി. സാധാരണ ഭരണത്തെ അട്ടിമറിക്കുകയല്ല, നമ്മൾ സാധാരണ പ്രതിപക്ഷങ്ങളുടെ സമരങ്ങളെയും മറ്റുമൊക്കെ ഭരണത്തെ താഴെ ഇറക്കുക എന്നാണ് പറയുന്നത്, അല്ല അട്ടിമറിക്കുക എന്നല്ല പറയുന്നത്. ഇപ്പൊ പിണറായിക്കെതിരെ ഇപ്പോൾ BJP കോൺഗ്രസോ നടക്കുന്നത് പിണറായിയുടെ ഭരണം അവസാനിപ്പിക്കുക, താഴെ ഇറക്കുക, അതായത് ജനാധിപത്യ മാർഗത്തിലൂടെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാകുന്നത്. പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ്, മാർക്സിസ്റ്റ് അല്ല മാവോയിസ്റ്റ്, അപ്പൊ അവര് ചെയ്തിരുന്ന പണി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനും രാജ്യം അസ്ഥിരപ്പെടുത്താനും ഭരണഘടനയെ നശിപ്പിക്കുവാനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുഴുകിയപ്പോഴാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മുടെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അത് BJP സർക്കാരല്ല നിരോധിച്ചത്, കോൺഗ്രസ് സർക്കാരായിരുന്നു നിരോധിച്ചത്. അപ്പം രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുക എന്ന് പറഞ്ഞ വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇവിടെ സംഭവിച്ചത് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ ഫ്ലേവറുള്ള ഒരു രാഷ്ട്രീയ മുഖം മാത്രമാണ് SDPI.
അതിൽ ആ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ആന്തരികമായി തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഒപ്പം ബാഹ്യമായി പൊതുപ്രവർത്തനം നടത്തുന്ന രീതിയിലേക്കുമാണ് SDP-യുടെ പ്രവർത്തനം പോയിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരാണ് SDP-യുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത്, അവരുടെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നത്, ഏതാണ്ട് 3-3.5 കോടി രൂപ തെരഞ്ഞെടുപ്പ് ചെലവിന് വേണ്ടി നൽകിയിരുന്നത്. SDP നേതാക്കളുടെ കേസുകൾ നടത്തിയിരുന്നതൊക്കെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളാണ്. അപ്പോൾ ഇവർക്ക് പണം വരുന്നു. റംദാൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു വലിയ ഫണ്ട് ഇവർ പിരിച്ചിരുന്നു. ആ ഫണ്ട് എല്ലാം ഈ പോപ്പുലർ ഫണ്ട് വഴിയാണ് SDP-ക്ക് ഇതെല്ലാം ഹവാല വഴിയായിരുന്നു. അതുപോലെ തന്നെ SDP-ക്ക് ഗൾഫിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനുള്ള പെർമിഷൻ പോപ്പുലർ ഫണ്ട് നൽകുകയും ചെയ്തിരുന്നു. ഇത് വന്നതെല്ലാം ഹവാല വഴിയാണ്. അത് മാത്രവുമല്ല, ഈ പോപ്പുലർ ഫണ്ട് നിരോധിക്കുന്ന സമയത്ത് തന്നെ NIA വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമുണ്ട്. 13,000-ഓളം സജീവാംഗങ്ങൾ ഇപ്പോഴും നിലവിൽ പോപ്പുലർ ഫ്രണ്ടിൽ സജീവമാണ്, വിദേശത്തും സ്വദേശത്തും അടക്കം. സിംഗപ്പൂരും സൗദിയും UAE-യും ഖത്തറും അടക്കമുള്ളിടത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവാംഗങ്ങളുണ്ട്. അവരാണ് ഈ ഫണ്ടിങ് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്ക് വഴിയുള്ള ഫണ്ടിങ്ങുകൾ വളരെയധികം കുറഞ്ഞു. കാരണം ഈ ബാങ്ക് വഴി ഫണ്ട് ചെയ്തവരെയും ഒക്കെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടതോടുകൂടി അങ്ങ് അത്തരം ഫണ്ടിങ്ങുകൾ കുറയുകയും ഹവാല വഴിയുള്ള ഇടപാടുകൾ കൂടുകയും ചെയ്തു. ഇത് അതിനു മുൻപ് ഉള്ള ഹവാല ഇടപാടാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർത്ത് രാജ്യത്തെ തകർക്കുന്ന പ്രക്രിയ തന്നെയാണ് കള്ളപ്പണം ഇടപാട്. വലിയ കുറ്റം തന്നെയാണ്, രാജ്യദ്രോഹ കുറ്റമാണ് കള്ളപ്പണ ഇടപാട്. അപ്പോൾ നമ്മൾ ഈ കള്ളപ്പണം ഇടപാട് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഏതോ പൈസ ചിട്ടിക്കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയതോ ഇല്ലെന്നുണ്ടെങ്കിൽ ചിട്ടി പൊട്ടി പൈസ കൊണ്ട് മുങ്ങിയതോ അല്ല. ഈ രാജ്യത്തിന് ബോംബ് വെക്കുന്നതിന്റെ ഈക്വലായിട്ടുള്ള കുറ്റം തന്നെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ, ഹവാല വഴി കൊണ്ടുവരിക, അത് കള്ളനോട്ടടിക്കുക, അതുപോലെ തന്നെ ഈ കള്ളപ്പണം ഒഴുക്കുക, കണക്കിൽപ്പെടാത്ത പണം. ഇതിന്റെ എല്ലാം UAPA വരുന്ന കേസാണ്, രാജ്യദ്രോഹം തന്നെയാണ്, ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ ശരിക്കും എന്തിനാണ് ഈ ഫൈസിയെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ രാജ്യദ്രോഹ കുറ്റം ചെയ്തതിനാണ് അറസ്റ്റ് ചെയ്തത്. അല്ലാതെ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് കാര്യം മനസ്സിലായില്ല. പൈസ തട്ടിപ്പ് എന്നാണ് പെട്ടെന്ന് മനസ്സിലാകുന്നത്, അതല്ല. അപ്പോ ഇദ്ദേഹത്തിന് 10 ദിവസം കസ്റ്റഡി വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. കോടതി 6 ദിവസം നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നു. ഒരുപക്ഷെ അദ്ദേഹം മാത്രമായിരിക്കില്ല, മറ്റ് ആളുകളും ഉണ്ടാകാൻ. പക്ഷെ ഇത് SDP-യെ നിരോധിച്ചുകൊണ്ടും ഈ കാര്യങ്ങൾ നീങ്ങുന്നില്ല. പക്ഷെ ഇത്തവണത്തെ നിരോധനത്തിന് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ 44 സംഘടനകളാണ് നിരോധിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് ശേഷവും കാശ്മീരിലെ ചില ചെറിയ സംഘടനകളെയൊക്കെ നിരോധിക്കുകയുണ്ടായി. അപ്പോൾ ഈ അന്ന് തൊട്ട്, പക്ഷെ ഈ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ട് നിരോധനം മുമ്പും പിമ്പും, അതായത് വളരെയധികം ഇന്റലിജൻസ് നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ എല്ലാവരെയും ഒറ്റയടിക്ക് പൊക്കിക്കൊണ്ട് പോയത് NIA. അതിനുശേഷവും അവർ ആ പ്രക്രിയ നിർത്തിയിട്ടില്ല. ഇന്ന് കേരളത്തിലടക്കം മിക്കവാറും ഒരാഴ്ചയിൽ 1-2 റെയ്ഡുകൾ NIA-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മളത് വാർത്ത നൽകാറില്ല എന്നുള്ളത്. നമുക്ക് ആ വാർത്ത കിട്ടിയാലും നമ്മളത് നൽകാറില്ല. കാരണം എന്നും ഈ റെയ്ഡ് കൊടുത്ത് പ്രേക്ഷകരെ എന്തിനാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്ന് കരുതി മാത്രമാണ് നമ്മളത് കൊടുക്കാത്തത്. വല്ലപ്പോഴും ഒരു റെയ്ഡ് കൊടുക്കുന്നു എന്ന് നമ്മൾ മിക്കവാറും അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്, മറ്റൊന്ന് എറണാകുളം ജില്ലയിലാണ്, മറ്റേ ഒരു സ്ഥലം തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചാണ്. ഇവിടൊക്കെ ആഴ്ചയിൽ 1-2 വർഷമൊക്കെ ഇത്തരത്തിലുള്ള പരിശോധന റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നവരുണ്ട്, പിന്നെ എങ്ങോട്ടുമെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നവരും ഉണ്ട്. ഇവരൊന്നും വലിയ ലീഡേഴ്സ് അല്ലാത്തത് കൊണ്ടും ഇത്തരം വാർത്തകൾ പുറത്തു പോകാതിരിക്കാൻ പോപ്പുലർ ഫ്രണ്ട് തന്നെ ശ്രമിക്കാറുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെയോ ഇല്ലെങ്കിൽ അതിനനുബന്ധ സംഘടനകളുടെയൊക്കെ നേതാക്കന്മാർ പിടിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ അവർ തന്നെ ആ വാർത്ത പുറത്തു വിടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം വാർത്തകൾ പോയാൽ അവരുടെ അവശേഷിക്കുന്ന അണികളുടെ ആവേശം കെട്ടടങ്ങും എന്നുള്ളത് കൊണ്ടും അവർക്കൊരു ഭയം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടുമാണ് അവർ ആ വാർത്തകൾ പുറം ലോകത്ത് എത്തിക്കാത്തത്. പക്ഷെ അത്തരം വാർത്തകൾ വരുന്നുണ്ട്. ഒരാഴ്ച ധനുഷിനൊന്നും അറിയാം, ഒരാഴ്ച 2 പ്രാവശ്യമെങ്കിലും വരുന്നത്. നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട് എന്തിനാ ഇത് കൊടുക്കുന്നത്. കാരണം ജനത്തിനും കാണാൻ വലിയ താല്പര്യമില്ല. കാരണം ഈ റെയ്ഡ് എപ്പോഴും കൊടുക്കും. ഇപ്പൊ തമിഴ്നാട് കേന്ദ്രീകരിച്ച റെയ്ഡ്, ദക്ഷിണേന്ത്യയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതലും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കാരണം ദക്ഷിണേന്ത്യയാണ് ഇപ്പോൾ നമ്മുടെ ഭീകരവാദത്തിന്റെ ഒരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, UN-ന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ, കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ IS-ൽ പോയി ചേരുന്നതെന്ന്. ചേരുന്നത് മാത്രമല്ല ഭീകരവാദത്തിന്റെ ഹബ്ബായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒതുക്കി വരുന്നു. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ ലക്ഷദ്വീപില് കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയപ്പോഴാണ് സേവ് ലക്ഷദ്വീപ് ഫോറം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടായി. കാരണം അവിടെ ഈ പാകിസ്ഥാനിൽ നിന്നും മറ്റും വരുന്ന ആയുധക്കടത്ത് ബോട്ടുകൾ പിടിച്ചെടുത്തോടു കൂടിയാണ് ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ പിടിമുറുക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NIA-യുടെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ കേരളത്തിൽ പണ്ടേക്ക് പൊട്ടിത്തെറിക്കേണ്ടതും ഇല്ലെങ്കിൽ ബോംബ് പൊട്ടേണ്ടതും ഇല്ലെങ്കിൽ വലിയ സംഘർഷം ഉണ്ടാകേണ്ടതുമായിരുന്നു. ഇപ്പോഴതല്ല. ഇപ്പം
ഇതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ രീതി. അപ്പൊ SDPIയെ നിരോധിക്കുക എന്നുള്ളത്, കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയായിരുന്നു നിരോധിച്ചത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർക്കും ഇതുപോലെയുള്ള ഓരോ കേസുകളിൽ പെടുന്നു, അന്വേഷണം മുമ്പോട്ട് പോകുന്നു. കാരണം EDയുടെയും NIAയുടെ ഒക്കെ ഒരു അന്വേഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപിടി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് FIR ഇടുകയും അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുകയുമല്ല. അവർ ഒരുപാട് നാളത്തെ നിരീക്ഷണത്തിന് ശേഷവും തെളിവുകൾ ശേഖരിച്ചതിന് ശേഷവും മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് NIAയുടെ ആയാലും EDയുടെ ആയാലും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികൾക്ക് ജാമ്യം കിട്ടുക പ്രയാസകരമാണ്. എനിക്ക് തോന്നുന്നത് ഇവരുടെ റേറ്റിംഗ് തന്നെ, EDയുടെ റേറ്റിംഗ് തന്നെ 98%. കാരണം അവരെ അറസ്റ്റ് ചെയ്തതിൽ 98% പേരും കേസുകളും EDയുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതായിരുന്നു. 2 കേസുകൾ മാത്രം എങ്ങാണ്ടാണ് EDയുടെ കയ്യിൽ നിന്ന് കോടതി വഴി ഊരിപ്പോകാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അവരുടെ റേറ്റിംഗ് തന്നെ, സ്ട്രൈക്ക് റേറ്റിംഗ് തന്നെ ഭയങ്കരമാണെന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ അത്രയ്ക്ക് പഴുതെടുത്താണ് അവർ പോകുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായി ഫൈസി എന്തായാലും പുറത്തിറങ്ങാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. കാരണം ഇത് മാത്രമല്ല ഫൈസി ചെയ്ത വലിയൊരു കുറ്റം, 12 തവണ ED നോട്ടീസ് കൊടുത്തൊരു നേതാവായത്. 12 തവണ ED നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് സാധാരണഗതിയിൽ 3 തവണ കൊടുത്തു കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 12 തവണ നോട്ടീസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ കാണാനില്ല എന്ന് പറഞ്ഞ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ റഡാറിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ എവിടം വരെ പോകും നോക്കിയതായിരിക്കും ഒരുപക്ഷെ അവര്. 12 നോട്ടീസ് കിട്ടിയിട്ട് പോകാതെ വരുമ്പോൾ സ്വാഭാവികമായി ED പൊക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്നും വേണ്ട, നമുക്ക് സംസ്ഥാന തലത്തില് നമുക്ക് പോലീസിൽ ഒരു കേസുണ്ടെങ്കിൽ 3 വാറണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് സംഭവിക്കുക? 3ാമത്തെ വാറണ്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളെ പൊക്കിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യാം, നമ്മളെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കാം, അല്ലെ? അപ്പൊ സ്വാഭാവികമായും നമുക്കറിയാം ഈ SDPI പോട്ടെ, ഇവിടുത്തെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വലിയ വലിയ നേതാക്കൾ ED നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അവർ ഹാജരാകാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഹാജരാകുന്നത്? എന്നാൽ പിന്നെ അവർക്ക് ഹാജരാകാതിരുന്നൂടെ? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ P. ചിദംബരം ഹാജരാകാതെ വന്നിട്ട് എന്താണ് സംഭവിച്ചത്? പൊക്കി അകത്തിട്ടില്ലേ? എത്ര ദിവസം കിടക്കേണ്ടി വന്നു? എന്തായാലും ചിദംബരത്തേക്കാൾ വലുതൊന്നും അല്ലല്ലോ ഈ പോയത് ഫൈസി, ഇല്ലെങ്കിൽ അതിനൊക്കെ ഒരു സംഭവമല്ല. അപ്പം ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. അപ്പം നിരോധനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ ഉള്ള ആ ജിഹാദ് നടപ്പാക്കാനാണ് എന്ന് വ്യക്തമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പോപ്പുലർ ഈ SDPI പാർട്ടി കേരളത്തിലടക്കം സജീവമായിട്ടുണ്ട്. അവരിപ്പോൾ പുതിയ വഖഫ് ബില്ലിനെതിരെ ഒരു വലിയ സമരവുമായിട്ട് അവർ രംഗത്തെത്തുന്നുണ്ട്. അതൊക്കെ പൊളിറ്റിക്കൽ ലൈനാണ്. ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കുന്നതിൽ ഈ രാജ്യത്തിന് ഒരു വിലക്കുമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിലവിൽ 1761 രാഷ്ട്രീയ പാർട്ടികളുണ്ട്, 7 ദേശീയ പാർട്ടികൾ ഉൾപ്പെടെ. അപ്പൊ ഈ 1671 പാർട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ. ഇത് രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇത് 2016 കണക്കാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇതിൽ കുറച്ച് പാർട്ടികൾ പോയിട്ടുണ്ട്, കുറച്ച് പാർട്ടികൾ വന്നിട്ടുണ്ട്. കാരണം പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതിന്റെ കണക്കറിയില്ല, 2016 വരെയുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഇവിടെ അങ്ങനെ, കാരണം ഇപ്പൊ വെൽഫെയർ പാർട്ടി ഇല്ലേ, ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ, അതും ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി തന്നെയാണ്. അപ്പോ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ബന്ധങ്ങൾ എങ്ങനെയാണ്, അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നാണ് വിലയിരുത്തുന്നത്. പുറമേ പറയുന്നതല്ലല്ലോ അകത്ത് പറയുന്നത്. കാരണം ഇപ്പൊ പുറമെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ അതിന്റെ ആന്തരികമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി തന്നെ SDPI എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് ഒരു ജനാധിപത്യ പ്രക്രിയയെ പുഷ്ടിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങളോ കാര്യങ്ങളോ അല്ല. ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പൊ പറയുന്നതും. ഇപ്പൊ അവരുടെ മുദ്രാവാക്യങ്ങൾക്ക് ചെറിയ മയപ്പാടുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മയപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും അതൊരു മയപ്പെടുത്തലുകളല്ല. എന്തുകൊണ്ട് മയപ്പെട്ടതിലേക്ക് അവർ നീങ്ങിയെന്ന് ചോദിച്ചാൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു തിരിച്ചടിയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം. അവർ ഓർക്കാപ്പുറത്ത് കിട്ടിയതാണ്. അപ്പൊ അവരുടെ തല തന്നെ പോയി. പിന്നുള്ളത് ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് സമാധാനപരമായി പോയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങിയ ഒരു സിറ്റുവേഷനിലാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ അടുത്ത കാലത്തായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ചില സംഘടനകളായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ അനുബന്ധ സംഘടനകളായാലും ഒക്കെ ഈ ഹമാസുമായി കൂടുതൽ അടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കാര്യം, ഹമാസിന്റെ നേതാവും കഴിഞ്ഞ മാസം പാക് അധിനിവേശ കാശ്മീരിൽ വന്ന് ഇന്ത്യക്കെതിരെ ഒരു കൊലവിളി നടത്തിപ്പോയ, മുന്നറിയിപ്പ് നൽകിപ്പോയ ഒരു കാര്യം, ഇതെല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. നമുക്കറിയാം തീവ്രവാദം പ്രവർത്തനമാ എത്ര നാളായാലും മൂടി വെച്ചാൽ ഒരു നാൾ പുറത്തു വരും. അതായത് ഈ ആടിന്റെ തോലണിയാവുന്നേ ഉള്ളൂ ചെന്നായ്ക്ക്, പക്ഷെ ചെന്നായ് എപ്പോഴും ചെന്നായ് തന്നെ ആയിരിക്കും. ഈ ആട്ടും തോലിട്ട ചെന്നായ് എന്ന് പറയുന്ന പോലെയാണ് കാര്യം. ആടിന്റെ തോലൊക്കെ ഇട്ട് ആടിനെ പോലെ ആക്ട് ചെയ്യാം കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ചെന്നായ് എപ്പോഴും ചെന്നായ തന്നെയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പൊ വീണ്ടും പതുക്കെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ SDPIയുടെ ഒക്കെ സ്ലീപ്പർ സെല്ലുകൾ വളരെ സജീവമാണ് ഇപ്പോൾ.
പഴയതുപോലെ ചില ഭീഷണികളൊക്കെ പലയിടത്തും പലരെയും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പലയിടത്തും നടത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് വീണ്ടും അവർ സജീവമാകുകയാണ്. അതായത് വീണ്ടും ഒരു, പക്ഷെ ഇനി അവർക്ക് മുമ്പോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു, നമുക്കറിയാം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ SDPI ഉയർത്തിപ്പിടിച്ച പല കാര്യങ്ങളോടും ഐക്യം നിന്നുകൊണ്ട് കോൺഗ്രസും CPM ഒക്കെ ദില്ലിയിലടക്കം സമരം ചെയ്തവരാണ്. പോപ്പുലർ ഫ്രണ്ടിനെ പൊക്കി അകത്തിട്ട് കഴിഞ്ഞപ്പോൾ ഇന്നേ വരെ കമാന്നൊരു അക്ഷരം ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടുണ്ടോ അത് തെറ്റായി പോയെന്നോ കഷ്ടമായി പോയെന്നോ ആ പാവങ്ങൾക്ക് ജാമ്യം കൊടുക്കണോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഞാനത് പാർട്ടി വന്നു? ഞാനത് ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. കാരണം എന്താ അറിയോ, നമ്മുടെ സിദ്ദിഖ് കാപ്പനെ പിടിച്ച് അകത്തിട്ടപ്പോൾ ഇവിടെയുള്ള സകല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എന്തിനു പറയുന്നു, കേരളത്തിലെ പല പല മന്ത്രിമാര് പോലും താറുടുത്തിറങ്ങിയതാണ് സിദ്ദിഖ് കാപ്പന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട്, ഒരു നീതിക്ക് വേണ്ടിയിട്ട്. മദനിക്ക് വേണ്ടി ഇവരെല്ലാവരും അതിഭീകരമായിട്ട് വാദിച്ചവരാണ്. മദനിയെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ച ആൾക്കാരാണ്. പക്ഷെ ഞാനിപ്പോ ആലോചിക്കായിരുന്നു, ഈ റൌഫിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എത്ര നാളായി? ആ റൌഫിനെ ഒന്ന് പുറത്തിറക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാള് ഇവിടെ നിന്ന് ഒരു വാചകമെങ്കിലും ഉയർത്തുന്ന ഒരു ഇത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. റൌഫിനെ പിടിച്ചുകൊണ്ട് പോയ എല്ലാ മാസം ആകുമ്പോൾ നമ്മള് ഈ സംഘപരിവാർ അണികള് വാർഷികം ആഘോഷിക്കാറുണ്ട്. റൌഫിന്റെ പടം എടുത്തിട്ട് ടിക്കാ മടങ്ങി വരൂ എന്നൊക്കെ പറഞ്ഞ് വാർഷികം. അതല്ലാതെ ഈ പിടിച്ചുകൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഏത് ജയിലിലാണെന്നോ അവരെങ്ങനെയുണ്ടെന്നോ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ അവരുടെ മനുഷ്യാവകാശം പോലും ഇപ്പൊ ആർക്കും നോക്കാനുള്ള ഒരു ഭയമാണ്. കാരണം ഇനി നമ്മൾ അവരെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളും ഈ EDയുടെയും NIAയുടെയും റഡാറിൽ വരുമോ എന്നുള്ള ആ ഒരു ഭയം ഉണ്ട്. അത് വളരെ വലുതായിട്ട് മാധ്യമപ്രവർത്തകർക്കടക്കം ഉണ്ട്. അതെന്താ പറയുക ധനുഷ്, ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ SDPI ആയാലും അവര് പറയുന്നൊരു കാര്യം, ഈ BJP RSSനെ തകർത്തുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടേതായ ഒരു ഭരണം 2047 വരുമെന്നാണ് പറയുന്നത്. എന്തായാലും അവർക്ക് പകൽ പോലെ വ്യക്തമാണ് ഇവരുടെ കൂടെ അവരൊഴിച്ച് ബാക്കി ആരും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് മുസ്ലിം ലീഗ് എങ്കിലും രംഗത്ത് വരേണ്ടതല്ലേ? അവരുടെ കൂട്ടത്തിൽ പോലും ഉള്ള മുസ്ലിം ലീഗ് പോലും രംഗത്ത് വരുന്നില്ല. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഈ CPM എന്ന് പറഞ്ഞാൽ എവിടൊക്കെ BJPക്ക് കോല് വെക്കാൻ പറ്റും അവിടൊക്കെ വെക്കുന്ന പാർട്ടിയാണ്. DMK, CPM, DMK SDPI ആയിട്ട് സഖ്യമാണ് തമിഴ്നാട്ടിൽ. അവര് പോലും രംഗത്ത് വന്നില്ല എന്ന് അപ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തം എന്താണ്, ജനത്തിന്റെ പൾസ് ഇവരുടെ കൂടെ അല്ല. ജനത്തിന്റെ പൾസ് അനുസരിച്ചാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത്. അല്ലാതെ അവർക്ക് സ്വന്തം അഭിപ്രായങ്ങൾ എടുക്കാൻ പറ്റില്ലല്ലോ. അവരെടുക്കുന്ന നിലപാടുകൾ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കേണ്ടതായി വരും. അപ്പൊ അവര് പോലും ഇല്ലാതെ നിൽക്കുന്ന ഒറ്റപ്പെട്ട ഒരു തുരുത്താണ്. ആ തുരുത്തിൽ നിന്നിട്ടാണ് ഈ വെല്ലുവിളിയും അട്ടഹാസങ്ങളും ഇതെല്ലാം നടത്തുന്നത്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു വലിയ വിഭാഗത്തിന് ഒരു സമൂഹത്തിൽ നിന്ന് അകറ്റാനേ ഈ വിദ്വേഷം ഉപകരിക്കൂ. വിദ്വേഷ പ്രസംഗങ്ങളായാലും വിദ്വേഷം പരത്തുന്നതായാലും ഇല്ലെ ഭീഷണികളായാലും ഒക്കെ സ്വാഭാവികമായി ഇവർ ചെയ്യുന്നത് ഒരു സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ എന്താ പറയുന്നത്, ഇപ്പൊ സ്വാഭാവികമായി തന്നെ നമുക്കറിയാം ഈ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഘർഷം വന്നു കഴിയുമ്പോൾ ഇപ്പം മതവും ജാതിയും തിരിച്ച് സംഘർഷത്തിന്റെ കണക്കെടുക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഒന്നുകിൽ അവരൊരു രാഷ്ട്രീയ പാർട്ടിയായി പക്കാ രാഷ്ട്രീയമായി പോവുക, അതല്ലാതെ മതവും ജാതിയും പറഞ്ഞ് ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്നത് അവര് മാത്രമാണ്. വേറെ ആരും ഈ രാജ്യത്ത് ഒറ്റപ്പെടില്ല. അവര് കാരണമാണ് ഒരു വലിയ സമുദായം ഒരു സൈഡിലേക്ക് മാറിപ്പോയി, സൈഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇവര് പറയുന്നുണ്ടല്ലോ ഈ മുസ്ലിംസിന് 2ാം തരം പൗരന്മാരാണ്. അങ്ങനെ ആരും കാണുന്നില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിരിപ്പ് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തൂറിയവനെ ചുമന്നവനും നാറും എന്ന് പറയും. ആ അവസ്ഥയാണ്. ഇവരെ ചുമന്നുകൊണ്ട് നടക്കുന്നവരെല്ലാവരും അതേ കാറ്റഗറി വരും. അതുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പരിതാപകരമായ അവസ്ഥ. അതുകൊണ്ട് ആ സമുദായത്തിൽ തന്നെ ഇവരെ തിരിച്ചറിയുന്നുണ്ട്. ആ സമുദായത്തിനിടയ്ക്ക് ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടുന്നില്ല. പിന്നെ ഇവര് ഭീഷണിപ്പെടുത്തിയും മറ്റുമൊക്കെയാണ് കുറച്ചു പേരെ ഇപ്പോൾ കൂടെ നിർത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ എന്താ പറയുന്നത്, ഒരു വലിയ വിഭാഗം ലീഗിന്റെ എന്നാ പിന്നെ ഇവര് വലിയ ശക്തവും കാര്യങ്ങളുമാണ്, ലീഗിന്റെ അണികൾ അപ്പാടെ ഒലിച്ചു പോകേണ്ടതല്ലേ SDPI? അവര് പോകുന്നില്ലല്ലോ. ലീഗ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ? കാന്തപുരം വിഭാഗം നിൽക്കുന്നില്ലേ? ഇവരാരും പൊളിഞ്ഞിടുങ്ങിയിട്ട് SDPIയിലോട്ട് പോകുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിലോട്ട് പോകുന്നില്ലല്ലോ, ഇല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോ SDPIക്കോ വേണ്ടി ഇവരാരും ശബ്ദിക്കുന്നില്ലല്ലോ. എന്താണ് അതിന്റെ കാരണം? അപ്പൊ അവർക്ക് തന്നെ ഈ അപകടം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ അപകടം ഞങ്ങളുടെ ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റുള്ളവർക്ക് ഇത് അറിയില്ല, അതുകൊണ്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതാണ്. അത് നടക്കില്ലെന്നും തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ആകെ അവശേഷിക്കുന്ന ഒരു കാര്യം, മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കൊണ്ട് അവർക്ക് ജനാധിപത്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുക. അതിനൊരു തടസ്സവും ഈ രാജ്യത്തില്ല. ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ജാതിക്ക് ജാതി, മതത്തിന് മതം, പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ തന്നെ എത്രയോ മുസ്ലിം പാർട്ടികളുണ്ട്. വസദീൻ ഓവൈസിയുടെ പാർട്ടി പക്കാ മുസ്ലിം പാർട്ടിയല്ലേ?
അതെ. പക്കാ മുസ്ലിം പാർട്ടി. ആ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, അവർ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നില്ലേ? അസദീൻ ഓവൈസിയുടെ പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ വിഷം തുപ്പുന്ന പ്രസംഗമാണെങ്കിൽ പോലും അവർ ഇത് കണക്കുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ആ ഒരു പാർട്ടി നീങ്ങുന്നില്ല. അതാണ് ആ ഒരു പാർട്ടിയുടെ ഗുണം. എനിക്ക് തോന്നുന്നത് അവർ കുറച്ചുകൂടെ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഈക്വൽ ആയിട്ട് തന്നെ അവർ വളരും. അവർക്ക് ഇപ്പോ ഇവിടെ സീറ്റുണ്ട്, ബീഹാറിൽ സീറ്റുണ്ട് അവർക്ക്, മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു അവർക്ക്, ആ, തെലങ്കാനയിലുണ്ട് അവർക്ക്, അവർ പലയിടത്തും മത്സരിക്കുന്നുണ്ട്, യു പിയിലടക്കം അവർ മത്സരിക്കുന്നുണ്ട്. അവർക്ക് അത്യാവശ്യം ഹോൾഡ് ഉണ്ട്. കാരണം അയാൾക്ക് പറയേണ്ട കാര്യങ്ങൾ അസദീൻ ഓവൈസി എന്നുള്ള വൃത്തിക്ക് പറയുകയും എന്നാൽ അതിന് അനുസരിച്ച് പ്രവർത്തനം കൊണ്ടുപോകാതിരിക്കുകയും കൂടെ അദ്ദേഹം ചെയ്യുന്നത്. അതൊരു അക്രമത്തിലേക്ക് തന്റെ അണികളെ പറഞ്ഞു വിടുന്നില്ല, തകർക്കണമെന്ന് പറയുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു MP കൂടിയാണ്. ഇവിടെ ഇവര് ചെയ്യുന്ന പണി അങ്ങനല്ല. കൊന്നൊടുക്കി നമുക്ക് ഈ രാജ്യം പിടിച്ചെടുക്കുക, അതൊരിക്കലും സാധ്യമല്ല. നമുക്കറിയാം ഈ IS പോലും പല രാജ്യങ്ങളിലും ഭീകരപ്രവർത്തനം നടത്തിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യം കിട്ടിയോ? അവർക്ക് പൂർണ്ണമായിട്ട്? ഒരു രാജ്യത്തും പൂർണ്ണമായി ഭരിക്കുന്നില്ല. സിറിയ നാഗണ്ട കഞ്ഞിയാക്കി അതിന്റെ ഒരു ഭാഗത്ത് കയറിയിരിപ്പുണ്ട് ISISകാര്, വേറൊരു ഭാഗത്ത് അൽഖ്വയ്ദക്കാരിപ്പുണ്ട്, വേറൊരു ഭാഗത്ത് വേറൊരു ഗ്രൂപ്പ് ഇരിപ്പുണ്ട്. അവര് അഫ്ഗാനിസ്ഥാനിൽ എന്താ ISISകാരെ കണ്ടു കഴിഞ്ഞാല് താലിബാൻകാർ ഓടിച്ചിട്ടടിക്കുന്നത്? അവിടെ വളരാൻ അവർ അനുവദിക്കത്തില്ല. എന്താ ഇതെല്ലാം ഒരേ മതരാഷ്ട്രമല്ലേ, ശരീഅത്ത് നിയമമല്ലേ, എന്താണ് ഇവരെ അടുപ്പിക്കാത്തത്? അവർക്ക് കാര്യം അറിയാം. പിന്നെ ഇറാഖിൽ എന്താണ് സംഭവിച്ചത്, അങ്ങനെ പല രാജ്യത്തും. അപ്പൊ ISISന് സ്വന്തമായിട്ട് ഇന്ന് വരെ ഒരു രാജ്യം, ഇവര് പറയുന്നത് ആഗോള ഇസ്ലാമിക വൽക്കരണം, ലോകം മുഴുവൻ ഇസ്ലാമിന് കീഴിൽ വരുന്ന ഒരു സ്വപ്നമൊക്കെ കണ്ടുകൊണ്ടാണ് ഇവർ ഇറങ്ങുന്നത്. സ്വന്തമായിട്ട് ഒരു രാജ്യം പോലും ഇവർ ഇന്നും ഭരിക്കുന്നില്ല. ISIS തുടങ്ങിയിട്ട് 10-20 കൊല്ലമായില്ല ഈ സംഘടന, എങ്ങും ഇവർ ഭരിച്ചു പോകുന്നില്ല. ഇനി അടുത്ത പണി മേടിക്കാൻ പോകുന്നത്, ഇവന്മാരെ കൊണ്ട് പണി മേടിക്കാൻ പോകുന്ന ഒരു രാജ്യം നമ്മുടെ പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇപ്പൊ വലിയ രീതിയിൽ തന്നെ ISനെ സഹായിക്കുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം താലിബാനെ അടിക്കുക എന്നുള്ളതാണ്. താലിബാന്റെ ശത്രുവാണിത്, ശത്രുവിന്റെ ശത്രു മിത്രമാണത്. അപ്പൊ ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഇതിനകത്തൊരു പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ ദവന്മാര് കയറി ഇങ്ങോട്ട് ഒരു നല്ല അടി കൊടുത്തു ഇവിടെ തീരാനുള്ളതേ ഉള്ളൂ സാധനം. അപ്പം ISIS ഇങ്ങനെ നടന്നിട്ട് അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു രാജ്യം? പിന്നല്ലേ ഇന്ത്യ. അവരുടേതായ രാജ്യങ്ങളിൽ അവർക്ക് പിടിച്ചെടുത്ത് ഭരണം നടത്താൻ പറ്റുന്നില്ല, പിന്നല്ലേ ഇന്ത്യ പിടിക്കുമെന്ന് ഇവർ പറയുന്നത്. സാമാന്യ ലോജിക്കിൽ ആലോചിച്ചുകൂടെ? അവിടെയാണ് 140 കോടി ജനമുള്ള ഒരു രാജ്യം പിടിച്ചടക്കി ഭരിക്കും എന്നൊക്കെ പറയാം. അതൊക്കെ വിഡ്ഢിത്തം എന്നേ പറയാൻ കഴിയും. കാരണം ചെറിയ രാജ്യങ്ങൾ പോലും അവർക്ക് പിടിച്ചടക്കി ഭരിക്കാൻ കഴിയുന്നില്ല. അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ അപ്പോഴാണ് നമ്മുടെ ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തിയായിട്ടുള്ള നമ്മുടെ രാജ്യം 140 കോടി ജനങ്ങളുള്ള ശക്തമായിട്ടുള്ള ജനാധിപത്യ സംവിധാനമുള്ള ജുഡീഷ്യറിയുള്ള ശക്തമായിട്ടുള്ള ഭരണഘടനയുള്ള നമ്മുടെ രാജ്യം പിടിച്ച് ഭരിക്കാൻ വരുമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള സകല സംഘടനകളെ നിരോധിച്ച് കളയുക എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ ഇസ്രായേലും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസിനെ നിരോധിച്ചുകൂടെ എന്ന് ഇന്ത്യയോട്. അങ്ങനെ ഒരു നീക്കം ഇപ്പോൾ ഇന്ത്യയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും ഈ ഭീകര സംഘടനകളെയൊക്കെ ഓരോന്നായിട്ട് നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലൊക്കെ നേരത്തെ തന്നെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോരോ വിദ്വേഷം വമിപ്പിക്കുന്ന സംഘടനകളെ ഓരോ സംസ്ഥാനത്തും BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് എസ്പെഷ്യലി അവിടെ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ SDPI കേരളത്തിൽ വലിയൊരു വിപത്ത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവർക്ക് തീവ്രവാദ ഫണ്ട് വരുന്നുണ്ട്, ഭീകരവാദ ബന്ധങ്ങളുണ്ട്, അവർക്ക് വലിയ രീതിയിൽ അവർ ഈ ജിഹാദ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലടക്കം അതാണ് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ നിരോധിക്കാൻ ഇരുന്നതാണ്. അപ്പോൾ നിരോധിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ബിജുചേട്ടൻ പറഞ്ഞ പോലെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നിരോധിക്കാൻ പറ്റില്ല. കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു എവിഡൻസും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള നിരീക്ഷണവും വളരെ ശക്തമായിരിക്കണം. അല്ലെങ്കിൽ കോടതിയിൽ പോയി ഇതൊക്കെ ക്വാഷ് ചെയ്തവർക്ക് തിരിച്ചു വരാൻ പറ്റും. അത് വലിയൊരു തിരിച്ചടിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് നിരോധിക്കാത്തത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോ SDPIയുടെ ദേശീയ തലവനെ പൊക്കിയ ഈ ഒരു സാഹചര്യത്തിൽ നിരോധനം ഉണ്ടായേക്കും എന്നുള്ള അഭ്യൂഹങ്ങളാണ് ശക്തമായി പരന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.